ഫ്രണ്ട്സ്, എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ മോഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വേർത്തി മോഡൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഒരു അയൺ ഫാം സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനകത്തിട്ട് സോംബിയൊക്കെ ഉണ്ട്. പക്ഷേ അയൻകോല സ്പോണാവുന്നുണ്ട് ഇവിടെ. എന്തോ പറയാനാന്ന് പറ, ഇവനെല്ലാം തല്ലിക്കൊന്ന് എൻ്റെ ദൈവമേ. പോടാ അത് എത്രാമത്തെ തവണയാണ് നിന്നെ തല്ലിക്കൊല്ലുന്നത് ഇതുവരെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് വർക്കായത്, പക്ഷെ ഇതുവരെ വർക്കാവുന്നില്ല എപ്പോഴും. പറയാനാന്ന് പറ. അണ്ടക്കോട്ട് കയറട്ടെ. കണ്ടോ ആദ്യമൊക്കെ ഇത്ര വർക്കായി, ഇത്ര വർക്കാവുന്നില്ല. എന്താണ് വൈരാഗ്യം കുളം ഉള്ളതല്ല. അതിന് എന്തുമാത്രം അയൺ കിട്ടിയെന്നറിയാം, അത് വേറെ കാര്യം. അയൺ വയ്ക്കാൻ സ്ഥലമില്ലേ? ഉള്ള അയൺ കുറേ കാണണ്ടേ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടിയായിരുന്നു. അയാൾ ഇവിടെ വന്നു ഇവന്മാരെയൊക്കെ പറഞ്ഞ് ചെയ്യാനാന്ന് പറയല്ല. കൊളവാക്കുവോ ഒന്ന്? എത്രാമത്തെ തവണ ഇനി പിക്കാക്സോട് കൊല്ല ചോട്. ഇങ്ങനെ അയനെടുക്കാനാണോ നിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? മരിയക്കിരിയ മണ്ടയ്ക്ക് അവിടെ പോയി പോണവടാ. എന്തോ പറയാനാന്ന് പറ. അവ എന്നെ കൊന്ന പൊട്ട. എന്തോ ഇവിടെ തന്നെ പോണേ. എന്തോ പറയണ്ടെന്ന് പറ. മുണ്ണ എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്താ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇവനെന്താന്ന് അറിയത്തില്ല. എനിക്ക് ഇവനെ കൊല്ലാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. വെറൈറ്റി ആയിട്ട് അതിൻ്റെ അയൺ ആർമേഴ്സ് ഒക്കെ ഇടട്ടെ. ഇതിന് കൊച്ചുരിപ്പ് ഇന്ന് നിന്നെ ഞാൻ പണിയല്ലോ. ആഹാ അത് കൊള്ളാം. അടുത്ത് കളിക്കാൻ വന്നാൽ ഞാൻ ഓർക്കണമായിരുന്നു നിൽക്കട്ടെ. എന്നാലും എൻ്റെ അയൺ ഫാം എന്താ ഇങ്ങനെ വർക്കാവുന്നത്? നല്ല സെറ്റ് ചെയ്ത് വെച്ചതാണല്ലോ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം ഈ അയൺ ഫാം ഇതൊക്കെ നടക്കുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നു. ആർക്കറിയാം ഇതൊക്കെ നടക്കുമോ ഇല്ലയോ? സുഹൃത്തുക്കളെ, എന്തൊക്കെ മണ്ടയ്ക്ക് വന്ന് അവന്റെ വർക്കാവുന്നുണ്ട്. ഇപ്പൊ വർക്കായാൻ തുടങ്ങിയല്ലോ. ഏകദേശം വർക്കാവുന്നുണ്ട്. ഇനിയും വാ, സ്പീഡി വാ. ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് 2 മണ്ടന്മാരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സോംബി എനിക്ക് കിട്ടിയതുണ്ടോ. ഫുൾ സെറ്റ് കോപ്പർ ആർമറുള്ള സോംബി. സീനല്ലേ സീൻ. വില്ലേജേഴ്സ് ഇരുന്ന് പടയ്ക്കുന്നുണ്ടോ. കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ബ്രീഡർ ഫാം കാണിച്ചുതരാം. അതിനകത്ത് ഇത് ഭയങ്കര അൺലിമിറ്റഡ് ആണോ എന്ന് എപ്പോഴും ശബ്ദം കേൾക്കാം കുറേ പിള്ളേരുടെ. നമുക്ക് ഇതിൻ്റെ മണ്ടക്കോട്ട് പോയി നോക്കാം. ഇതിനകത്തൂടെ പോയി നോക്കാം. കണ്ടോ ഇറങ്ങി. നമുക്ക് ഉടനെ തന്നെ സെറ്റായിട്ട് വേണം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ. ഇതൊക്കെ ഇറക്കി കളഞ്ഞ് കാരണം ഇവന്മാരെ ഭയങ്കര ശല്യം ഇവിടുന്ന്. ഇവന്മാരെ എങ്ങനെയെങ്കിലും നമുക്ക് വെളിയിലേക്ക് എത്തിക്കണം. ഇനി ഞാനെങ്ങനെ വെളി കയറും? കൊള്ളാം. ഞാനിനി എങ്ങനെ വെളി കയറും? ഇത്രയേ ഉള്ളൂ. എന്നല്ല ഞാനിപ്പോ തന്നെ കയറാനാ. ഇനി നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ സമയം. ഇവർക്കൊന്ന് ഫീഡിങ് കൂടെ ചെയ്യട്ടെ. നിങ്ങൾ കഴിച്ച ആവശ്യത്തിന് കഴിച്ചോണം. നമുക്ക് ട്രേഡിംഗ് ഫാം ഉടനെ തന്നെ സെറ്റ് ചെയ്യണം. അതിനായിട്ട് എനിക്ക് സ്മിത്തിങ് ടേബിളൊക്കെ വേണം. അതൊക്കെ ഇവൻ അയൻകോല സ്പോണാവുന്നില്ല. വീണ്ടും സ്പോണാവടാ. അവിടെ സുഹൃത്തുക്കളെ, ഇത് ഇടയ്ക്കൊക്കെ വർക്കാവുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വർക്കാവുന്നില്ല. എന്തുവാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? ഞാൻ എന്നാ വിചാരിച്ചത് തൽക്കാലത്തേക്ക് നമുക്കുള്ള സാധനം വെച്ചിട്ട് ബിൽഡിംഗ് ഫാം സെറ്റ് ചെയ്യാന്ന്.
നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ബ്രീഡിംഗ് ഫാം സെറ്റ് ചെയ്യാൻ മാത്രമല്ല ആ വില്ലേഴ്സിനെ എവിടെ നിന്ന് മഴമാരെല്ലാം കൂടെ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. നമുക്ക് അയൺ ഫാം പിന്നെ പണി നോക്കാം. തൽക്കാലം എങ്ങനെയൊക്കെ വർക്കാവട്ടെ എന്ന് വിചാരിച്ച്. കുറച്ച് അയൺ ഓൾറെഡി ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് ഫാം. ഫസ്റ്റ് നമുക്ക് ഒരുപാട് കോബിൾ സ്റ്റോൺസ് വേണം. എങ്കിലും കോബിൾ സ്റ്റോൺസ് ഉണ്ടോ നേരത്തിൽ നമുക്ക് മേളിൽ പോയി നോക്കാം. ഉണ്ട്, വീണ്ടും അയൺ പോലെ അവിടെ പറയാനാ. അവിടെ നീ ഉണ്ടല്ലോ, ഒരിക്കലും എൻ്റെ കെണി വീടാ. സുഹൃത്തുക്കളെ, നമ്മളെ പട്ടിക്കുട്ടി കണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മളെ പട്ടിക്കുട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇതാണ് പട്ടിക്കുട്ടിയെ. അപ്പോൾ അത് അവിടെ നോട്ടെ, ആ പട്ടിക്കുട്ടി അവിടെ നോട്ടെ. നമുക്കിനി വേണ്ട സാധനം കോബിൾസ്റ്റോൺ. അപ്പം നമുക്കത് ഇപ്പോൾ എടുക്കാനായിട്ട് പോവാം. ഇപ്പം ഇവിടെ മൊത്തം ഡേർട്ടാ. എൻ്റെ കുറേ ലാപ്പീസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള അയൺ വെച്ചിട്ട് അത്യാവശ്യമുള്ള ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എൻചാൻറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാം. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പിക്കാക്സ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയെ കൊണ്ടുപോവാം, വേണ്ടി വരും. എൻ്റെ സ്റ്റിക്സൊക്കെ എന്തേ, അത് ഞാൻ കളക്ട് ചെയ്യാൻ പോണോ? സ്റ്റിക്കൊന്നും ഇല്ല ഇവിടെ. എടുക്കാൻ പോകണം. ആ സ്റ്റിക്ക് എടുത്തോണ്ട് വരട്ടെ. ഇതല്ല വേറെ പണി നടക്കത്തില്ല. സ്റ്റിക്ക് എടുത്തോണ്ട് വരാം. എന്നിട്ട് തടി വെട്ടണം. തടി വെട്ടാൻ എൻ്റെ ആക്സ് ഒന്നും വേണ്ട. പിന്നെ അല്ലേ ആക്സ് എടുത്തേക്കാം അല്ലേ പണി. നമ്മുടെ ട്രേഡർ ഫാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ട്രേഡർ ഫാം. ഓക്കെ, ട്രേഡർ ഫാം ട്രേഡിംഗ് സ്റ്റേഷൻ. അപ്പം എനിക്കൊരു ആക്സ് വേണം. ഇവിടെ ആക്സ് വല്ലതും ഉണ്ടോ? എടുത്തിട്ട് പോകണോ? ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോയാലോ? തിളക്കം കണ്ടോ നമ്മുടെ ഷേഡേഴ്സിന്റെ പരിപാടിയില്ലേ? നമുക്ക് ഈ ആക്സ് ഞാൻ ആദ്യം കൂടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഷീൽഡ് എന്തേ ആർക്കറിയാം. ഓ, നമ്മുടെ ഇതുണ്ടോ? ഞാനെന്നാ ഇതൊന്ന് ഹാർവെസ്റ്റ് എടുത്തിട്ട് എന്തുമാത്രം ഉണ്ടെന്നറിയാം. നമ്മൾ കുത്തിയിട്ട് ഉണ്ടാക്കിയതാ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കി കഷ്ടപ്പെട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മുടെ പഴയ കാടുണ്ടല്ലോ, അവിടെ ഒരു കട അവിടെ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ കുട്ടനെ കിട്ടിയത്. പിന്നെ ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് വലിയ കയറിയപ്പോൾ ഇവിടെ ഒരു തെണ്ടി കിട്ടി. ആ തെണ്ടി ഇപ്പോൾ ജീവനോടൊക്കെ അതായത് ട്രേഡർ. അവനിവിടെ ജീവനോടില്ല. ട്രേഡർ ലിയാമ ട്രേഡർ, അവൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ്. നമ്മൾ ഈ കാടെല്ലാം അതുകൊണ്ട് വീണ്ടും പട്ടിയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ മതി മുട്ടയൊക്കെ ഇട്ട് തന്നേക്കുന്നത്. കുട്ടാ മുട്ട ഇട്ട് തന്നോ? അത് അൺബ്രേക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. അല്ലേ ഞാൻ തുറത്തില്ലായിരുന്നു. ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും നമുക്കിപ്പോൾ. ഇത്ര ആവശ്യമുള്ളൂ. അങ്ങോട്ട് പ്ലാങ്ക്സ് ആക്കി എടുക്കുക. ഇത് അങ്ങോട്ട് വെച്ചിട്ട് പ്ലാങ്ക്സ് ആക്കി എടുക്കുക. ഫുഡ് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റിക്ക് ആക്കിയിട്ട് നമ്മുടെ പണി പൂർത്തിയാക്കാം. ഫുഡ് കഴിക്കട്ടെ, ഫുഡ് വിശക്കത്ത്. നമുക്ക് ആ അയൻകോളത്തിനെ തീർക്കണമെങ്കിൽ ലാവ അവൻ്റെ നെറ്റത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ പെട്ടെന്ന് ചത്തോളൂ. അവനവിടെ എത്തോളൂ. കേട്ടോടാ, നീ ചാവ് അവിടെ നിന്ന്. ലാവ ഇച്ചൂടെ ഒഴിച്ചു തരാം. അവരവിടെ ചാവട്ടെ. നമുക്കിപ്പോൾ ചെയ്യാനുള്ള പണി ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിക്കാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള അതിൻ്റെ സ്മിത്തിങ് ടേബിളൊക്കെ ഉണ്ടെന്ന്. ഞാൻ എല്ലാം അടുത്തുള്ള വില്ലേജിൽ പോയപ്പോൾ എല്ലാം എടുത്തു വന്നതാണ് സ്മിത്തിങ് ടേബിൾ. അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനാ, കുമാരുടെ അടുത്ത് പോയി ട്രേഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇതെല്ലാം വെച്ചേക്കുന്നത്. കമ്പോസ്റ്റർ നമുക്ക് ഇഷ്ടംപോലെ കാണുമല്ലോ, അല്ലേ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി പണിയാണ്. കുറച്ച് സ്റ്റിക്കാക്കി എടുത്തേക്കാം. ഇനി നമുക്ക് അയണിൻ്റെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അയൺ എടുത്തപ്പോൾ കൊണ്ട് വെച്ചു. ഇത് എടുത്തിട്ട് വരട്ടെ.
വേണ്ട എൻ്റെ അയൺ 25 അയൺ ഉണ്ട്. ഇങ്ങോട്ട് വരിക, നമുക്ക് പിക്കാക്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ XP അത് നമുക്ക് സെറ്റ് ചെയ്യണം. XP ഫാം. പിന്നെ നമുക്ക് വേണ്ടത് രാക്സ്. പിന്നെന്തായിരുന്നു? സോഡ് വേണം. അതെങ്ങനെയായിരുന്നു സോഡ് ഉണ്ടാക്കുന്നേ? മറന്നുപോയോ? നോക്കട്ടെ. സോഡ്. ഓക്കെ. നമുക്ക് ഇങ്ങോട്ട് വെക്കാനുള്ളതൊക്കെ തിരിച്ചങ്ങ് വെച്ചേക്കാം. അതിൻ്റെ ഇൻവെൻ്ററി എല്ലാം ഫുള്ളായി കിടക്കുക. നമുക്ക് ഈ അയണെല്ലാം അങ്ങ് പച്ച പിടിച്ചിട്ട് നല്ല ബ്ലോക്ക് ആക്കി ഒരു നല്ലൊരു സ്ഥലത്ത് കയറ്റി വെക്കാൻ നല്ലൊരു ഭംഗിയാണ്. എൻ്റെ എമറാൾഡ് ഒരു എമറാൾഡ് 9 എമറാൾഡ്. ഡയമണ്ട് ആർമറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഷീൽഡ് നമുക്ക് വേണം. ഇപ്പം എടുത്തത് ഇത് ഇങ്ങോട്ട് വെച്ചേക്കാം. ഇത്രയും നമുക്ക് മതി ഇപ്പം. ഇനി നമുക്ക് ഇത് കൊണ്ട് പോയിട്ട് കോബ്ലസ്റ്റോൺ ചെയ്യാം. ആ കോബ്ലസ്റ്റോൺ ചെയ്ത് നമ്മളൊരു കൂര പോലെ സെറ്റ് ചെയ്യാൻ പോകണം. സുഹൃത്തുക്കളെ കൂര പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല ഇതായിരിക്കാം. കുറേ റെയിൽസ് വേണ്ടി വരും. ഒക്കെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. കുഞ്ഞുകളിയൊന്നുമില്ല നമ്മൾ കളിക്കുന്നത്. ഞാൻ നേരത്തെ മൈൻഡ് ചെയ്തിട്ട ഭാവമല്ലേ? അങ്ങോട്ട് തന്നെ വന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ മൈൻഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് മൈൻഡ് ചെയ്ത് പോവാം. നമ്മുടെ മൈനിങ് ഏരിയയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൈനിങ് കഴിഞ്ഞു. കോബ്ലസ്റ്റോൺ മൈനിങ് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം പതുക്കെ ഓരോ സൈഡിലുകളായിട്ട് മാറ്റി വയ്ക്കാം. എന്നാലേ നമ്മൾ ഒരുക്കിയിട്ട സ്ഥലത്തോട്ട് അങ്ങനെ പതുക്കെ 1 2 ഇങ്ങനെ നമ്മളൊരു ആദ്യം ഒരു നല്ല നീളത്തിലങ്ങ് സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. എന്നാലേ നമുക്ക് നല്ല ലെങ്ത്തിൽ സെറ്റ് ചെയ്യണം. എൻ്റെ കണ്ട അപ്പോൾ തന്നെ എത്ര എണ്ണം തീർന്ന്? 64 എണ്ണം. ഇതുകൊണ്ടൊന്നും തികയത്തില്ല. ഇനി നമുക്ക് ഒരുപാട് വേണം. അയൺ പിക്കാക്സ് പൊട്ടുന്ന വരെ ഇനി എടുക്കേണ്ടി വരും. ഏകദേശം ഒരു കണക്കൂട്ടൽ വെച്ച് ഞാൻ നീളം കൊണ്ടുപോവാ. ഇത്രയൊന്നും പോരാ. ആണല്ല, അങ്ങ് അറ്റം വരെ മുട്ടിച്ചാലും തികവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവന്മാരെ മാറ്റുന്നതാണ് പണി. മണ്ടന്മാര് വരുമോ ഒക്കെ. എൻ്റെ കുറേ റെയില് ചെസ്റ്റിൽ ഇരിപ്പുണ്ട്. ഉപയോഗിക്കേണ്ടി വരും. ഫാം വൃത്തിയാക്കാണ്ടായിരുന്നു. ഇത്രയും വൃത്തിയാക്കണം. ഇങ്ങോട്ടെല്ലാം നമുക്ക് കോബ്ലസ്റ്റോൺ നല്ല വണ്ണത്തിൽ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? കുറേ ഡർട്ട് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് ഈ ഹോളൊക്കെ അങ്ങ് അടച്ചു പൂട്ടാം. അത് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. വെറുതെ ആ ഡേർട്ടൊക്കെ ഇരിക്കും. ഞാൻ ഷവറും എടുത്തോണ്ട് വരട്ടെ. ഇവിടോട്ട് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഇവിടെ നീക്കി ഒഴിച്ചാൽ മതി. എല്ലാം അങ്ങ് പറ്റുള്ളൂ. സിമ്പിൾ ഹാക്കാ. നമുക്ക് പോയി ഷവൽ എടുത്തോണ്ട് വന്നിട്ട് അതിന് മുമ്പ് ഷവൽ ഇപ്പോഴേ വേണ്ട. നമുക്ക് ഇത് ഇച്ചിരി കൂടെ വെള്ളം കൂട്ടാം. അവന്മാരെ എങ്ങനെയും മാറ്റണം. അല്ലല്ലേ കളി ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. പോയി ഡേർട്ട്. പിന്നെ രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം. അതിന് മുമ്പ് എല്ലാ അവന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഇട്ട് വരാം. കൂട്ടം കൂടിയെല്ലാരും കൂടെ. ഒത്തിരി ആളാ. അവന്മാരെ എങ്ങനെയും നമുക്ക് മാറ്റിയേ പറ്റും. അല്ല ശരിയാകത്തില്ല. നമുക്കെന്തെല്ലാം പണികൾ വേഗം പൂർത്തിയാക്കാം. നമ്മളൊരു നല്ല മൈനിങ് സെറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് കോബ്ലസ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ട്. കോബ്ലസ്റ്റോൺ എല്ലാം നമുക്ക് ഇങ്ങനെ നിരത്തി
വെച്ച് വെച്ച് ഇവിടെ വരുമ്പോൾ അത് വളയ്ക്കാം നമുക്ക്. ഇവിടെ ഒന്ന് വളച്ച് വെക്കാം. ഒരു അയൺ പിക്കാക്സ് പൊട്ടി. ഈ ഡേർട്ടെല്ലാം കുത്തി കുത്തി കളയണം. ഇതൊരു ഡയമണ്ട് ഷവർ ഉണ്ട്, അത് ഞാനിപ്പം ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉണ്ട് ഹങ്കർ ഇപ്പം കഴിക്കട്ടെ. ഇതെല്ലാം നമ്മളങ്ങ് എടുത്തെടുത്ത് കളയുവാണ്. എന്നിട്ട് നമ്മൾ ഇത്രയും വേണ്ട. ഓക്കെ, എന്നിട്ട് അതെല്ലാം കൊത്തിയില്ലേ, നമുക്ക് ഇനി ഇതിങ്ങ അങ്ങ് ഒരു അവിടെ അടച്ചിട്ട് നമുക്ക് വലിയൊരു ഫാം ആക്കണം. സമയം കിട്ടിയില്ല. ഞാൻ അയൺ ഫാമിൻ്റെ പുറകാലിൽ പോയതുകൊണ്ട് വർക്കാവുന്നില്ല. അത് വേറൊരു നല്ല ഫാമിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടാം. ഒരു പകുതി വെച്ച് ഞാൻ ഈ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തീർക്കും. എൻ്റെ പണി സമയമില്ല നമുക്ക്. ഒക്കെ തന്നെ നമുക്കറിയാലോ, ഓണം എക്സാം സമയമാണ്. എല്ലാവരും ബിസിയാണ്, ഞങ്ങളെല്ലാം ബിസിയായ സമയമാണിത്. നമുക്ക് ഇവിടുന്ന് വളയ്ക്കാം. ലൈബ്രറീനെ കൊണ്ടുവരണം. നമുക്ക് ലെക്റ്റേണൊക്കെ ആവശ്യമുണ്ട്. ലൈബ്രറീനുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നടക്കത്തുള്ളൂ. XP ഫാം വേണം അല്ലെങ്കിൽ. നമുക്ക് ലൈബ്രറീനെ വെച്ചൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര നമ്മൾ സെറ്റ് ആക്കി കഴിയാറായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ അടുത്ത ലെയർ വീതം വെച്ച് വീട് പണി പോലും ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. അതിനേക്കാളും പണി ഇത്. ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാകും? ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല താമസം ഇത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫാമിൻ്റെ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ആ ഫാമല്ല സ്റ്റേഷൻ ഫുള്ള് സെറ്റ് ചെയ്യും. ഇത്ര സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ബ്രീഡിങ് ഫാമെല്ലാം അടുത്ത് വർക്ക് ആകുന്നുണ്ട്. അവന്മാരെ എങ്ങനെ ഇത്ര പെട്ടെന്നെങ്കിലും നമുക്ക് അങ്ങോട്ട് മാറ്റണം. അപ്പോൾ എന്നാലും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ 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 ടാറ്റ ബൈ പിക്ചർ സെറ്റു ടാറ്റ.